ഈ 9 വർഷക്കാലം കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എന്നതിൻ്റെ അനുഭവസ്ഥരാണ് നമ്മളെല്ലാവരും. അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം ആമുഖ ഭാഷണം വളരെ നീണ്ടുപോയാൽ നിങ്ങളുടെ സംസാരത്തിൻ്റെ സമയത്തിന് ചുരുക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നല്ല രീതിയിൽ ഉയർന്നു വരിക എന്നതാണ് ഇന്ന് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ചാകെ ഇപ്പോൾ വിശദമാക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ 9 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ ഒരു പ്രത്യേകത, ജനങ്ങളുടെ മുന്നിൽ നൽകിയ വാഗ്ദാനം LDF നടപ്പാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ വർഷവും എത്ര കണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി എന്നതിനെക്കുറിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിരുന്നു. ഈ കഴിഞ്ഞ 8 വർഷവും അത് നടന്നു. യഥാർത്ഥത്തിൽ കേരളം പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന എല്ലായിടങ്ങൾക്കും ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് എവിടെയും ഇത്തരമൊരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കിയെന്ന് പ്രതിപാദിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച അനുഭവമില്ല. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്നറിയാനുള്ള അവകാശം നമ്മുടെ ജനങ്ങൾക്കുള്ളതാണ്. അതാണ് ഇക്കാര്യത്തിൽ സർക്കാർ കാണിച്ച മാതൃക. 2016 ഗവൺമെൻറ് 2021 5-ാമത്തെ വർഷം പൂർത്തിയാക്കുമ്പോൾ നാം കണ്ടത് 600 വാഗ്ദാനങ്ങളായിരുന്നു. അവയിൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കി മുഴുവൻ നടപ്പാക്കാനായി എന്നതാണ്. തുടർന്ന് 2021 അധികാരത്തിൽ വന്ന സർക്കാരും ഇതേ മാർഗം തന്നെ പിന്തുടർന്നു. 22-ലും 23-ലും 24-ലും കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ, ഈ സർക്കാരിൻ്റെ 4-ാമത്തെ വർഷം പൂർത്തിയായതിൻ്റെ ഭാഗമായുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് 23-ന് ഈ പരിപാടിയുടെ സമാപനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നതും നടപ്പാക്കേണ്ടി വന്നതും. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അതിനു പുറമെ ഒരു കാലത്തും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ ഘട്ടത്തിൽ നാം നേരിടേണ്ടി വന്നു. നിപ്പയായും ഓക്കിയായും 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയമായി 2019
അതിരൂക്ഷമായ കാലവർഷക്കെടുതിയായി, തൊട്ടുപിറകെ വന്ന ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയായി പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നത്. അപ്പം ഇത്തരം പ്രതിസന്ധികളിൽ നമ്മൾ പകച്ചു നിൽക്കുകയല്ല ചെയ്തത്. അവയ്ക്കാവശ്യമായ പരിഹാര നടപടികൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, മറ്റിടപെടലുകൾ എല്ലാം നടക്കേണ്ടതുണ്ടായിരുന്നു. ഇതെല്ലാം നിർവഹിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ തോതിലുള്ള സഹായം ലഭ്യമായില്ല എന്നൊരു ഭാഗം പ്രത്യേകം കാണേണ്ടതാണ്.